ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ഉത്തമ ബോധ്യം തലമുറകൾക്ക് മുന്നേ തന്നെ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആയുർവേദം എന്ന വിശേഷ ചികിത്സാരീതി. പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ ആയുർവേദ ചര്യകളിൽ ഇന്നും ശോഭിച്ചു നിൽക്കുന്നു. ആയുർവേദ ചികിത്സാ രംഗത്ത് വേറിട്ട വൈഭവങ്ങൾ അവലംബിക്കുകയും തലമുറകൾ കൈമാറി ലഭിച്ച ആയുർവേദത്തിൻ്റെ സിദ്ധി ചോർന്നു പോകാതെ അനേകർക്ക് രോഗസൗഖ്യത്തിൻ്റെയും ജീവൻ്റെ പുതിയ പ്രതീക്ഷകൾക്ക് തിരുനാളം തെളിയിച്ചു നൽകുകയും ചെയ്ത കോട്ടയത്തിൻ്റെ മണ്ണിൽ വേരൂന്നി വളർന്ന് കാലടി മറ്റൂരിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ജീവൻ്റെ പുതുപ്രഭ ചൊരിയുന്ന മർമ്മ ചികിത്സാരംഗത്ത് 17 വർഷങ്ങൾക്കുമേൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വൈദ്യൻ അനൂപ് പതിയാക്കലിൻ്റെ ജീവേശ്വര കെ രാമകൃഷ്ണ ഗുരുക്കൾ മെമ്മോറിയൽ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാനിവിടെ അടൂരാണ് എത്തിയിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് വന്നതാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞൊരിടയ്ക്ക് ഇവിടെ തൊട്ടടുത്തുള്ളൊരു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയകുമാർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്, സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്തൊരു അമ്മയുണ്ട്. ആ അമ്മയുടെ ഒരു ചികിത്സ, അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ആ ചികിത്സയുടെ ഇപ്പം നമ്മൾ 1 വർഷം കഴിഞ്ഞ് 4 മാസവുമായി ആ അമ്മ ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്തയും ആ ഒരു കുറച്ച് അനുഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് ആ അനുഭവങ്ങളിലേക്ക് പോവാം. നമസ്കാരം. നമ്മൾ ഒത്തിരി വർഷം, ഞാനിവിടെ നേരത്തെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇല്ലേ, അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് അല്ലേ? ഇപ്പം കുറെ പറയുമ്പോൾ എത്രയാ, 10 വർഷത്തിന് 4 വർഷം 4 വർഷമാണ്, 2010. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ അമ്മയ്ക്കും അതുപോലുള്ള അവസ്ഥകളിൽ നിന്ന് അമ്മ രക്ഷിച്ചാണ്. പിന്നെ അതെ. പ്രായാധിക്യം അതുകൊണ്ടൊക്കെയാണല്ലോ അമ്മയുടെ ഇതുണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മള് അതിലും സന്തോഷകരമായിട്ടുള്ള കാര്യം, എന്നോട് വന്നിട്ട് ഭായി വന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ചികിത്സ ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു പൊൻതൂവലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത്. അതെ അതെ. അപ്പോൾ നമുക്ക് ഈശ്വരന്റെ സഹായമുണ്ട് തീർച്ചയായിട്ടും. അവിടെ ആ എന്താ പറയുന്നത്, അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഉറപ്പ് തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൂതലക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഈ സരസ്വതി അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും. ഇന്നിപ്പോ ശരിക്കും പറയുമ്പോൾ ആ 1 വർഷവും 4 മാസവും പിന്നിട്ട് അതെ അതെ. ഇപ്പൊ അമ്മയുടെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പൂർണ്ണമായിട്ടും നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. എനിക്ക് ബോധ്യമായിടത്തോളം എൻ്റെ തൊട്ടടുത്ത വീടാണ്, 2 വീടുകൾക്കപ്പുറമാണ്. എല്ലാ ദിവസവും കാണാറുണ്ട്. പിന്നെ ഞാൻ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞു, ഞാൻ എന്ത് വന്നാലും എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തെ പറ്റി എനിക്കൊരു 20 വർഷത്തെ അനുഭവ പാരമ്പര്യമുണ്ട്. എൻ്റെ അമ്മയുടെ ട്രീറ്റും ഇദ്ദേഹമാണ് ചെയ്തത്. പിന്നെ വ്യക്തിപരമായിട്ടാണേലും മറ്റു കാര്യങ്ങളായിട്ടെല്ലാം ഒരുപാട് വൈദ്യപരമായിട്ടും എനിക്ക് അനുഭവമുണ്ട്, അല്ലാതെ വ്യക്തിപരമായിട്ടും അനുഭവമുണ്ട്. അങ്ങനെയാണ് ഈ അമ്മയെപ്പറ്റി താങ്കളോട് പറയുകയും താങ്കൾ അത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീടുള്ള തുടർന്നുള്ള കാര്യങ്ങൾ, അമ്മയ്ക്കുള്ള അനുഭവങ്ങൾ, രോഗാവസ്ഥകൾ, അതൊക്കെ അമ്മ തന്നെ നേരിട്ട് അനുഭവങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും. നമസ്കാരം. അപ്പം അമ്മയുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചികിത്സിച്ച് ഇത്രയും കൊണ്ടുവന്നു. അപ്പോൾ അതൊരു 90% ഭേദമായെന്ന് നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇപ്പം അമ്മയുടെ അവസ്ഥകളും വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് അമ്മയോട് ഈ കഴിഞ്ഞ 1 മാസം മുൻപാണ് അമ്മ ഉഴപ്പിയെന്ന് പറഞ്ഞില്ല, അന്നേരത്തേനാണ് അമ്മയോട് ഞാൻ മൂത്ത മോളോടാണ് വിളിച്ചു ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മയോട് വന്നാൽ ഞാൻ ഈ കാര്യം പറയട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം അമ്മ വിചാരിച്ചിരുന്ന ഇതൊരു തൈറോയിഡ് അല്ലെങ്കിൽ ഗോയിറ്റർ എന്നൊക്കെയുള്ള ആ ഒരു നിലയ്ക്കായിരുന്നില്ലേ ഇരുന്നത്. അപ്പം അതുകൊണ്ടാണ് അമ്മ മരുന്ന് നിർത്തിയ, ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇത്രയൊക്കെ മതി. പക്ഷെ ഞങ്ങൾ അങ്ങനെ വിടത്തില്ല. ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ എന്തായിരുന്നു ഇപ്പം അമ്മയ്ക്കുണ്ടായി, അന്നുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ട്, അത് അമ്മയ്ക്കേ അറിയത്തുള്ളൂ. കാര്യം ഒരു വൈദ്യൻ, അമ്മയെ ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ പറയുകയാണ് അമ്മയ്ക്ക് ഇതായിരുന്നു രോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നലെ വരെ അറിയാത്തൊരു കാര്യം ഇന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്കുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു അനുഭവം ഉണ്ട്, മനസ്സിൽ തോന്നി. അതെന്തായിരുന്നു എനിക്കറിയത്തില്ല. അമ്മ അന്ന് എന്നെ നോക്കി ചിരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് എന്താ അമ്മയൊന്ന് പറയണം. പിന്നെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
ചോദിച്ചത് അന്നേരം എന്തായാലും അസുഖം വന്നു മാറത്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞെങ്കിലും മരുന്ന് തന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് മരുന്ന് കഴിക്കാമെന്ന് വെച്ച് കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ ആശ്വാസം അനുഭവം വന്നു. ഇനി തുടരെ പോവണ്ട, കുറെ നിർത്തിയാലോ എന്നൊരു തോന്നൽ വന്നു. അത് ശരിയല്ലെന്ന് വൈദ്യര് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ചിരി വന്നത്. അതുകൊണ്ടാണ് 1 മാസം അങ്ങനെ മരുന്ന് കഴിക്കാൻ താമസം വന്നത്. അങ്ങനെ തോന്നിയില്ല. അതെന്തോ നേരത്തെ എനിക്ക് അങ്ങനെ ഒരു ഇവരെ ആരും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു തോന്നല് സ്വയം ഉണ്ടായിരുന്നു. കാരണം ഈ ടച്ച് ചെയ്യാൻ പോയിടത്തെ 1-2 അനുഭവങ്ങൾ കണ്ട് പറഞ്ഞു കേട്ടുള്ള അനുഭവം കൊണ്ട് ആരും പറഞ്ഞില്ലെങ്കിലും രോഗം ഇന്നതാണെന്ന് ഞാൻ മനസ്സാൽ ഊഹിച്ചു. അന്നേരം പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ ആരും എന്നോട്. ഞാൻ ആരോടും ചോദിച്ചുമില്ല, മക്കളോട് ആരോടും ചോദിച്ചില്ല. എനിക്ക് എന്തോ അസുഖം ഊഹിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് അത് കേട്ടപ്പം ചിരി വന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയല്ല എന്നുള്ള ഓർത്ത് ചിരി വന്നത്. പിന്നെ തുടരെ മരുന്ന് കഴിച്ചു. ഇപ്പൊ അതിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നു. അന്നേരം മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ളൊരു തോന്നല് എനിക്കും വന്നു. കഴിഞ്ഞ 2023 ഡിസംബറിൽ അമ്മയ്ക്ക് പനി വന്നിട്ട് മാറാതെ വന്നപ്പം പുള്ളിക്കാരി അങ്ങനെ ഹോസ്പിറ്റലിൽ അധികം പോകത്തില്ല. അങ്ങനെ ഇരുന്നപ്പം ഇതുപോലെ ഒരു ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ ഒരു വിറയൽ പോലൊക്കെ വന്നു. അപ്പം ഞാനിവിടെ ഫിസിഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സാഹചര്യം അമ്മയെ വേറെ അങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളിയോട് നിർബന്ധിച്ച് ഞാൻ ഒന്ന് നോക്കാൻ 2 ദിവസം സാറെന്ന് പറഞ്ഞ് പുള്ളി വെളിയിൽ നിന്ന് മരുന്ന് കുറിച്ച് വന്നു. ഞാനത് വാങ്ങിച്ച് കൊടുത്ത് ഒരാശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ വിട്ടുമാറാതെ വന്നപ്പം പിന്നെ സാറ് ഈ കഴുത്തേനെ കാണിച്ചപ്പം സാറ് പറഞ്ഞു അടൂർ കൊണ്ട് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയപ്പം 50% പോലും ഓപ്പറേഷൻ ചെയ്ത അമ്മയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറഞ്ഞില്ലേ. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ മക്കൾ വിചാരിച്ചു ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് വൈദ്യരെ പറ്റി കേട്ടതും പിന്നെ വൈദ്യരുടെ അടുത്ത് വന്നത്. അതെ, 2 മാസത്തിൽ കൂടുതൽ ഈ വ്യക്തി ജീവിച്ചിരിക്കത്തില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്ത് അവർ 50% പോലും ഒരു ഓപ്പറേഷന് നമുക്ക് ഗ്യാരണ്ടി പറയുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചപ്പം അങ്ങനെ ഇല്ലാതെ അങ്ങോട്ട് അതേ രീതി വരുന്ന ഒരു സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ജീവിച്ചിരിക്കുന്നിടത്തോളം അല്ലാതിരുന്നോട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും. അത് കഴിഞ്ഞപ്പോഴാ ജയങ്കച്ചാട്ടൻ ഇതുപോലെ വൈദ്യരുടെ കാര്യം പറഞ്ഞത്. എൻ്റെ റിപ്പോർട്ടുകളായതല്ല. അങ്ങനെ അവിടെ കൊണ്ടുവന്നതും ഞങ്ങളെ ജനുവരി 12-ാം തീയതി, ജനുവരി 6-ാം തീയതി മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നു. 14-ാം തീയതി വൈദ്യരുടെ അടുത്ത് വന്നു. 12-ാം തീയതി 2023 ജനുവരി 12 പിന്നെ മാസം കഴിഞ്ഞു. 2 മാസം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും കൂടെ ജീവിച്ചിരുന്നില്ല. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതെ, ഈശ്വരൻ രോഗം ചികിത്സിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആയുസ് കൊടുക്കുന്നത് ദൈവമാണ്. അന്ന് ശബ്ദത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് ഇവിടെ ഇരുന്നോ ഒന്നും വരെ കേൾക്കത്തില്ലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. വെറുതെ ഈ വർത്തമാനം പറയാതെ പോലും നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമുക്ക് അറിയാം, ഇച്ചിരി ദൂരത്ത് ഇരിക്കുമ്പോൾ അമ്മ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്നുള്ളത്. അത്ര വല്ലാത്ത സൗണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതൊന്നുമില്ല. അന്ന് വർത്തമാനം ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു പോയെങ്കിൽ അത് എടുക്കുമ്പോ നമുക്കറിയാം ശ്വാസം പോകുന്ന അവധി. ഇപ്പൊ ഞാൻ പറയും ഇത്രയും വലുതായിട്ട് വർത്താനം ഒന്നും പറയണ്ട, പതുക്കെ പറയുന്ന ഞാൻ കളിയാക്കും. നമുക്ക് നന്നാക്കാം, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചതിന് വളരെ ചികിത്സ എന്ന് പറയുന്നത് അതൊരു വൈദ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കാര്യം ഇപ്പൊ ഈ അമ്മയുടെ ഇതെന്ന് പറയുമ്പോൾ അമ്മയോട് അതുപോലെ പഥ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അതെല്ലാം കഴിപ്പിച്ചു. ഒരു കൊച്ചുകുട്ടിയെ പോലെ അതെല്ലാം കേട്ട് ചെയ്തു. പിന്നെ അമ്മ മാത്രമല്ല, അമ്മയുടെ മക്കളും
അതോടൊപ്പം എല്ലാവരും അത്രയ്ക്ക് നമുക്ക് സഹകരണം തന്നു. പിന്നെ നമ്മൾ അതുപോലുള്ള വിശേഷപ്പെട്ട മരുന്നുകൾ, കാര്യം ഈ ഒരു ഇപ്പം ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അതുപോലുള്ള മരുന്നുകൾ പ്രയോഗിക്കണം. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും പച്ചമരുന്നുകളൊക്കെ എന്നെ ഒത്തിരി പേര് സഹായിച്ചു. അങ്ങനെയൊക്കെ ആ മരുന്നുകളൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ അയച്ചു തരികയും അതിനൊന്നൊരു പണം ഈടാക്കാതെയൊക്കെ അങ്ങനെ കുറേ പേര് എന്നെ സഹായിക്കുകയൊക്കെ ഉണ്ടായി. ചികിത്സ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വൈദ്യനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കും. പക്ഷെ വൈദ്യന് നമ്മൾ എന്താ പറയുന്നത് അറിയാമോ? കൃച്ഛ്രസാധ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സാധ്യം, കൃച്ഛ്രസാധ്യം, യാപ്യം, അസാധ്യം 4 രീതിയിൽ അതിനെ തരംതിരിച്ചേക്കുന്ന ചികിത്സ. അപ്പം സാധ്യം എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൃച്ഛ്രസാധ്യം എന്ന് പറഞ്ഞാൽ രോഗിയും വൈദ്യനും ഒരുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. പിന്നെ യാപ്യം എന്ന് പറയുമ്പോൾ അതായത് മരണം വരെയും അവർ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം രോഗം കുറഞ്ഞിരിക്കും, ആ ഒരു അവസ്ഥ. പിന്നെ അസാധ്യം നമുക്കറിയാമല്ലോ, ചെയ്യാൻ പറ്റുകയില്ല, രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു കാര്യം. ഇതൊരു കൃച്ഛ്രസാധ്യം എന്നുള്ള ഇതിലാണ് ഞാൻ കണ്ടത്. കാര്യം ഞാൻ രാശി നോക്കിയും അങ്ങനെ നിമിത്തങ്ങൾ നോക്കിയൊക്കെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ ചികിത്സ ഉള്ളത്, ഇപ്പം എൻ്റെ വീട് കോട്ടയത്താണ്, പക്ഷെ നമ്മുടെ വൈദ്യശാല ജീവേശ്വര KK രാമകൃഷ്ണൻ ഗുരുക്കൾ പാരമ്പര്യ മർമ്മ തിരുമി ചികിത്സാലയം കാലടിക്കപ്പുറം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൂരാണ്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് അവിടുത്തെ സമയം. ബാക്കി അവധി ദിവസങ്ങളിലും പിന്നെ അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലും അങ്ങനെ ഉള്ള സമയങ്ങൾ രാത്രി കാലങ്ങളിലുമൊക്കെ എൻ്റെ നാടാണ് കോട്ടയത്ത് കളത്തിപ്പടി എന്ന് പറയുന്നത്. അവിടെയും ചികിത്സയുണ്ട്, കൺസൾട്ടേഷൻ അവിടെയുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൂടുതലും മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെയാണ് വരാറ്. കാര്യം ഒത്തിരി സ്ഥലത്ത് ഹോസ്പിറ്റലുകളിൽ പോയതും. പിന്നെ എല്ലാവരോടും എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്, നമുക്ക് ഏത് മതത്തിലായിക്കോട്ടെ, ഏത് രീതിയിൽ വിശ്വാസമായിക്കോട്ടെ, പക്ഷെ നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ആ ഒരു വിശ്വാസം വെച്ചിട്ട് മാത്രമേ നമുക്ക് മരുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾക്കെന്ന് പറഞ്ഞാൽ ആയുസ്സിനെ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് രോഗം ഭേദമാക്കി കൊടുക്കാം, പക്ഷെ ആയുസ് തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ പറയുന്നത് കൃത്യമായിട്ട് പാലിക്കുകയും അങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ചികിത്സയ്ക്ക് ഒരുങ്ങാവുള്ളൂ. അപ്പം ഇനിയും ഇതുപോലെ കുറേ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ എന്താണെങ്കിലും എന്നെ ആശ്രയിച്ച് വരുന്ന, നമ്മൾ ആ ശ്ലോകത്തിൽ പറയുന്ന ആപ്തോപ സേവി എന്ന് പറയുന്ന പോലെ, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള നമ്മളെ ആശ്രയിച്ച് വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ അവർ ആ രോഗം ഭേദമാകാൻ വേണ്ടി 100% അതിനുള്ള ത്യാഗം എടുത്തിട്ട് തന്നെ, എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ അതിനെ കണ്ടിട്ട് പറയുന്നത് കേട്ടിട്ട് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു മെഡിസിൻ കഴിച്ചു നമുക്ക് അതിന് ജസ്റ്റ് വായിലിട്ട് വെള്ളം ഒഴിച്ച് ഇറക്കി വിട്ടായിരുന്നു അതിന് കിട്ടത്തില്ല. നമ്മൾ അതിന് പാലിക്കേണ്ട ഇപ്പോൾ കാലാവസ്ഥയുടെ നമ്മുടെ ശരീരത്തിൻ്റെയും മറ്റിപ്പോൾ നമുക്കറിയാം എല്ലാം പൊള്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കണം. അതൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്ത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അതെങ്ങനെയുള്ള കഴിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ മരുന്നാണെങ്കിലും ആഹാരമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ട് ആരോഗ്യത്തെ വീണ്ടെടുത്ത്, അതായത് സാധാരണമായിട്ടുള്ള എല്ലാവരുടെയും ഒപ്പം ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അത് എല്ലാവർക്കും കഴിയണം. അങ്ങനെ ഒരു രീതി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രയത്നിക്കണം. ഞാൻ മാത്രമല്ല, പിന്നെ ഞാനും ഈശ്വരനെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല. ഞാൻ പഠിച്ചത് എൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ചത്, പിന്നെ എൻ്റെ ജീവിതത്തിലെ ചികിത്സയുടെ അനുഭവങ്ങളും വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈശ്വരന് നമ്പർ 1 സ്ഥാനം തന്നെയുണ്ട്. ഒരു ആയുസിൻ്റെ എന്താ പറയുന്നത്, ജീവന്റെ ഈശ്വരൻ. എൻ്റെ വൈദ്യശാലയുടെ പേര് തന്നെ അതാണ്, ജീവേശ്വരൻ. ജീവന്റെ ഈശ്വരനാണ്. ആ ഈശ്വരനാണ് ജീവൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ ഇനിയിപ്പം കർക്കിടകത്തിൻ്റെ ഒക്കെ ചികിത്സ വരികയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ പറയാം. എല്ലാവർക്കും അപ്പം നന്ദി, നമസ്കാരം.